ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിനായിട്ടുണ്ട് ജന സർവീസ് ആയിട്ടെന്ന് പറഞ്ഞാണ്. അതേപോലെ തന്നെ നിലവിൽ എഞ്ചിൻ്റെ സൗണ്ടിൽ ചെറിയ വേരിയേഷനിലായിരുന്നു. പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലൈൻറ്റ്, അങ്ങനെ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ അപ്പോൾ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെയും ഇതൊക്കെ നമ്മളൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കുമ്പോൾ എമൗണ്ടിൽ ചെറിയൊരു ഇതുള്ള കാരണം ജനറൽ സർവീസും പൊല്യൂഷൻ ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള ബാക്കിയത്തെ മെയിൻ്റനൻസ് വർക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസാണ് അപ്പോൾ നമ്മൾ പറയണേ. ഇപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറൊക്കെ കിടക്കണേ, ലൈനറൊക്കെ പുതിയ ലൈനറാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ചെയിൻ സ്പോക്കറ്റിൻ്റെ ആയാലും ചെയിൻ സ്പോക്കറ്റും അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സർവീസും കൂടി നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നോക്കണമുണ്ട്. എയർ ഫിൽറ്റർ തീരെ മോശമെന്ന് പറയാനൊന്നുമില്ല, നേരെ അടിച്ച് നമുക്ക് ക്ലീൻ ആക്കാം. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിലവിൽ അതിൻ്റെ സീലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫോർക്ക് ഓയിൽ സീൽ മാറുന്ന കേസ് നമ്മൾ പറഞ്ഞിരുന്നത്. ഫോർക്ക് ഓയിൽ വിത്ത് ഓയിൽ സീൽ മാറുന്ന സമയം അപ്പോൾ അതൊന്നും തൽക്കാലം ഇപ്പോൾ നമ്മൾ അതൊക്കെ പെൻഡിങ്ങിലാണ്, അതിൻ്റെ കേസ് ഇപ്പോൾ ചെയ്യണില്ല. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. വീൽ ബെയറിംഗ് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തുരുമ്പൊക്കെ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ വീൽ ബെയറിംഗ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. മീറ്ററിൻ്റെ കേബിൾ, മീറ്റർ മെക്കാനിസം നല്ലതാണെങ്കിൽ നമുക്ക് ആ കേബിൾ വർക്കിംഗ് ആക്കി ഇടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് നോക്കാം. അതല്ലെങ്കിൽ മീറ്റർ മെക്കാനിസം ഉപയോഗിക്കാണ്ടിരുന്ന കംപ്ലയിൻറ്റ് വന്ന് പോകും. അതുകൊണ്ടാണ് മെക്കാനിസത്തിന് വേറെ കംപ്ലയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാറ്റിയിടണമാണ് സേഫ്. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗവും നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ അഴിച്ചിടുന്ന സമയത്ത് ഓയിൽ നമുക്ക് അതിനകത്ത് ഇല്ല. നമുക്ക് 900 മില്ലി ഓയിലാണ് എഞ്ചിനിൽ വരാം. അപ്പോൾ ഇതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓയിൽ ലെവൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ എഞ്ചിനകത്ത് തന്നെ ടൈമിങ് ചെയിൻ്റെ പുഷ് റോഡിനകത്ത് അതിൻ്റെ കറക്റ്റ് പവർ ഉണ്ടാവില്ല, പവർ ഫീൽ ആവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന സൗണ്ടാണ് അത്രയും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്താൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഓയിൽ ലെവൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് ഓയിൽ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം അതുകൊണ്ടാണ് ഇത്ര ലീക്ക് വന്നത്, ഇത്രയും ഓയിൽ ലെവൽ കുറവ് വന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒന്നോരോ ഓയിൽ കത്തിപ്പോകണം, അതല്ലെങ്കിൽ ഓയിൽ ലീക്കായിട്ട് പുറത്ത് പോകണം. ഈ രണ്ട് രീതിയിലാണ് ശരിക്കും ഓയിൽ കുറയുള്ളൂ. അതല്ലാണ്ട് കുറയാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റാതെ കൊണ്ട് ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ ഉപയോഗിച്ച് ഒരു വർഷം 1.5 വർഷമൊക്കെ നമ്മൾ ഉപയോഗിച്ച് അങ്ങനെ വറ്റി കുറുകി കുറഞ്ഞു പോകാനാണ് സാധാരണ രീതിയിൽ വരാം. എങ്കിൽ പോലും രണ്ടാമത് ഓയിൽ മാറുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഓയിൽ ലെവൽ വളരെ കുറവാണ്. പിസ്റ്റൺ സിലിണ്ടറൊക്കെ സ്ക്രാച്ചസ് വന്നേക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് വൈറ്റ് കളറിലുള്ള സ്മോക്ക് പുക വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നണില്ല പൊല്യൂഷൻ പാസ്സായി കിട്ടുമെന്നുള്ളത്. മാക്സിമം നമ്മൾ പൊതുവെ മായ്ക്കത്തെ ഭാഗങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാക്സിമം നമ്മൾ വേറെ ചിലവുകളില്ലാണ്ട് പൊല്യൂഷൻ പാസ്സാക്കാവുന്ന രീതിയിലുള്ള സംവിധാനം ശ്രമിച്ചു നോക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് ഇത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചിലവ് വരും കേട്ടോ. നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ കൂട്ടത്തിൽക്കൂടെ അതിനുമായി ബന്ധപ്പെട്ട് എഞ്ചിനുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് ഒന്നും അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് വേറെ കേസ്. കാരണം ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സർവീസിന് നമ്മൾ കയറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടൈമിങ് ചെയിൻ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ആ സൗണ്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഓയിൽ ലെവൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ പ്രോബ്ലം കാണിച്ചത്. ആ സൗണ്ട് തന്നെ വന്നത് എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞു പോയിട്ടാണെന്നുള്ള കേസ് നമ്മളിപ്പോൾ കയറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സർവീസ് വർക്കായിട്ടാണ് ചെയ്യുന്നത്. എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അതിന് ശേഷം പൊല്യൂഷൻ ഒന്ന് എടുത്തു നോക്കാം. എടുത്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ രീതികൾ നമുക്ക് എന്തെങ്കിലും പൊല്യൂഷൻ പാസ്സാക്കാണ്ട് നമുക്ക് ടെസ്റ്റ് വർക്ക് നടക്കില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.67 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽക്കൂടെ. ബാറ്ററി കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്ത് ബാറ്ററി കാണിക്കുന്നത് ഇതിനകത്ത് സെല്ല് ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററി ഫെയിൽഡ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കണമെങ്കിൽ കൂടി സെൽഫ് വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മാക്സിമം തീരെ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയാൽ മതി. ഇതിനകത്ത് ഓൾറെഡി ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചു എന്ന് കരുതി പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മാറ്റേണ്ടി വന്നു വരില്ല. ചിലപ്പോൾ 2-3 മാസമൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാനും കിട്ടിയേക്കും കേട്ടോ. അപ്പോൾ അത് നോക്കാം. പക്ഷേ മനസ്സിലാക്കുക, ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാണ്ട് ബാറ്ററിയിലേക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വണ്ടി എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ നമുക്ക് മാറണുണ്ട്. അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറ്റിയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ സ്പീഡോമീറ്റർ കേബിൾ മാറ്റി നമ്മൾ റെഡി ആക്കുന്നുണ്ട്.
പിന്നെ ബാക്കിയത്തൊക്കെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പൊല്യൂഷനും കൂട്ടത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ പൊല്യൂഷൻ റെഡി ആയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അത് ഹെഡ് സിലിണ്ടറൊക്കെ അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്താലാണ് ശരിയുള്ളൂ. പരമാവധിയും 99% നമുക്ക് ട്രൈ ചെയ്യാം. അത് അല്ലാതെ കൊണ്ട് ട്യൂണിങ്ങിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ഈ ഓയിൽ ഒഴിക്കുമ്പോൾ സൈലൻസറിൽ പുക വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാസ്സാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇപ്പം നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.